ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല. വീട്ടിലില്ലേ? ഇല്ല. ഇനിയിപ്പൊ പാമ്പച്ചേട്ടന്റെ ഗുണ്ടകളും കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെ എന്റെ അടുത്ത്. കരിനാക്ക് പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. ഞങ്ങളുടെ അമ്മച്ചിയെ വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പുകണ്ടത്തേക്കുള്ള പച്ച ബസ്സിൽ കയറി പോണേ നമ്മൾ കണ്ട്. ആങ്ങളമാരെ അടുത്തേക്കാവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല വെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ, കർത്താവേ, അടി പാർത്തലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ. എന്താടാ വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞേട്ടാ. എന്താ? ജിമ്മി, നിന്റെ തോക്കും കൊച്ചുവിച്ചാത്തി ഒക്കെ എടുത്തോ, ആളെയും കൂട്ടിക്കോ. ഏലിയാമ്മ ഉപ്പാണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പിയാർ ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ അച്ചോ അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. ആ, കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. അച്ഛൻ നിർത്തണ്ടാ, വിട്ടോ. അളിയാ, പൊന്നളിയാ, എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അളിയനെ എവിടെ തല്ലിയത്? അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പാപ്പി, അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി, അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പന്റെ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്താ പോത്താ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല അകത്ത് വരുന്ന വേദപുസ്തകം വായിക്കേ. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാവത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു വേണ കൊടുവാളും സാധനങ്ങളും. ഇന്നൊക്കത്തിന്റെ എല്ലാം സൂപ്പോ. ജിമ്മി, പാപ്പച്ച, അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരെ ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പച്ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല, ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും വാ, ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോറൻ ഗുരുക്കളെ, എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ, പരമ തെണ്ടി, എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവരെ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. ഇതും കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊന്നും മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണല്ലേടാ. എന്താടാ പിത്തക്കാരെ നിന്റെ പേര്? ഓ, ജിമ്മി. അതെ, ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാറുകളെടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാവടാ. തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കണു. എടാ പന്നിയുടെ മോനെ.
ഹലോ, പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറടാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവനൊക്കെ വേറെ വണ്ടിയില്ല. പോ പോയില്ല. പോ. ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അലിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്ന് ഇന്നലെയാണോ? അളിയൻ ചെല്ലേ പോയി വേദപുസ്തകം വായിക്കേ. ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ. അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ, ഞാൻ CI. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ. അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടി സാർ. വിട്ടാര് സാർ, അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ PC 432. സാർ, ഉപ്പ് കണ്ടെത്തിയ ചേട്ടന്മാർക്ക് ഒരേ ചായ. ഉപ്പ് കണ്ടെത്തിയ ചേട്ടന്മാർക്ക് മാത്രം. ശരി. വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ നമ്മുടെ കുര്യച്ചനെ കള്ളൻ. അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലെ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും പോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അധികം പോയി വേദപുസ്തകം വായിക്കും. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്. നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം. ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കടന്നു പൊക്കണം. എന്താണോ നോക്കി നിൽക്കുന്നത്? പോടാ. അതോ വേലി പിടിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേടാ, 2 തോടെ എണ്ണയുടെ ചെലവേ ഉള്ളൂ. പോയേക്കാം പാപ്പച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മുറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. കുഞ്ഞച്ചൻ ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ജീവപര്യന്റെ ശിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കോട്ടയം ചന്തയുടെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ.
മുതലാളി, ആ കോട്ടയം കുഞ്ഞാച്ചൻ വന്നിട്ടുണ്ട്. കോട്ടയം കുഞ്ഞാച്ചൻ? അതെ. അവന്റെ ശിക്ഷ കഴിഞ്ഞു? കഴിഞ്ഞു കാണുമല്ലോ. പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞെന്നാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഉണ്ടോ മുതലാളി? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പോൾ കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ 5-8 കൊല്ലം കൊണ്ട് കച്ചവടം അങ്ങ് തീരും. ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൌണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജരെ കൊണ്ട് ചെയ്യിച്ചേക്കാം. അത് വേണം മുതലാളി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കേശവൻകുട്ടി? ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ലാന്ന് പറഞ്ഞു വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു പോകും. ഇതിൽ കൂടുതൽ തരാനുള്ള പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെയല്ല. ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ? ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവര് നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടൊന്നും നീ വിചാരിക്കണ്ട. മാർജിനൊക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ. അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് താൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറാ, നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവരെ കുത്തി മലിച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി. അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും. കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തൊന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ 1-2 കൊല്ലല്ലോ ചെലവാക്കിയത്. അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാൻ സ്ഥാനത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോ. എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ ചേട്ടോ, ചന്ത ദിവസമായിട്ടാ. നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു. അലമ്പില്ലാതെ പോ. നീയൊക്കെ ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ. പോയേക്ക, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് 5-8 വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു. 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിൽക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥ മന്ദിരത്തിലാക്കി. ഞാൻ എന്റെ മകനെപ്പോലെ വളർത്തി. അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു. പഠിച്ചു. അവിടെ അവൻ സമർത്ഥനായി.
അപ്പോഴും സാത്താൻ അവനെ വിട്ടുപിരിഞ്ഞില്ല. അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ാം നമ്പർ റൗഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആയിട്ട് ഈ ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനൊരു ലോഹ വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചതിച്ചോ. അവൻ ആരാണ് നിന്റെ അപ്പനോ അപ്പൂപ്പനോ? ആരാണ് അവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാണോ ഇല്ലടാ അവൻ ചെയ്യാനൊക്കെ? കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ ജീവിക്ക്. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചോ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര. ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്.